നമസ്കാരം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു കുട്ടിയുടെ കഥയാണ്. ഒരു വലിയ കൂട്ടത്തിൽ ചേരാൻ ആഗ്രഹിച്ച, ഒരു വലിയ സ്വപ്നം മനസ്സിൽ കൊണ്ടു നടന്ന ഒരു കുട്ടിയുടെ ഹൃദയത്തിൽ തൊടുന്ന കഥ. ആലോചിച്ചിട്ടുണ്ടോ, ഒരു ഗ്യാങ്ങിൽ ചേരാൻ, ഒരു ടീമിന്റെ ഭാഗമാകാൻ നമ്മൾ എവിടം വരെ പോകും? ഈയൊരു ചോദ്യം മനസ്സിൽ വെച്ചോണം. കാരണം നമ്മൾ പറയാൻ പോകുന്ന കേശവന്റെ കഥ മുഴുവൻ ഈ ചോദ്യത്തിന് ചുറ്റുമാണ് കറങ്ങുന്നത്. അപ്പോൾ നമ്മുടെ കഥയിലെ ആള് കേശവാണ്. ഒരു 8 വയസ്സുകാരൻ. സ്കൂളൊക്കെ പൂട്ടി വെക്കേഷൻ അടിച്ചുപൊളിക്കാൻ വേണ്ടി സിറ്റിയിലേക്ക് വന്നതാണ്. പക്ഷേ അവൻ വിചാരിച്ച പോലൊരു വെക്കേഷൻ ആയിരുന്നില്ല അത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു വശത്തെ കേശവ്, അവന്റെ അച്ഛനും അമ്മയും സാധാരണ കൺസ്ട്രക്ഷൻ പണിക്കാർ. അവരൊരു താൽക്കാലിക ഷെഡിലാണ് താമസം. ഇനി മറുവശത്തോ, കോളനിയിലെ നല്ല വീടുകളിൽ താമസിക്കുന്ന, വൈകുന്നേരമായാൽ ക്രിക്കറ്റും കളിച്ചു നടക്കുന്ന കുറേ കുട്ടികൾ. ഈ രണ്ട് ലോകങ്ങൾക്കുമിടയിൽ കേശവ് ശരിക്കും ഒറ്റപ്പെട്ടുപോയി. അപ്പോൾ അവന്റെ ദിവസങ്ങൾ എങ്ങനെയായിരുന്നോ? എല്ലാ ദിവസവും ഒരു വേപ്പുമരത്തിന്റെ ചുവട്ടിൽ പോയിരിക്കും. എന്നിട്ട് ദൂരെ ക്രിക്കറ്റ് കളിക്കുന്ന ആ പിള്ളേരെ നോക്കിക്കൊണ്ടിരിക്കും. ആരും അവനെ ശ്രദ്ധിക്കുന്നില്ല, ആരും കളിക്ക് വിളിക്കുന്നില്ല. ആ കളിയുടെ ഒരു ഭാഗമാകാൻ അവൻ എത്രമാത്രം കൊതിച്ചിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ എല്ലാ ദിവസവും അവിടെ വന്നിരിക്കുന്നത് ആ കളിക്കുന്ന പിള്ളേരുടെ കണ്ണിൽപ്പെട്ടു. അവരവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പക്ഷേ അത് കേശവ് ആഗ്രഹിച്ച പോലൊരു ശ്രദ്ധയായിരുന്നില്ല. അതാണ് പ്രശ്നം. കളിക്കാൻ കൂട്ടുന്നതിനെ പകരം അവരവനെ കളിയാക്കാൻ തുടങ്ങി. ഒരുമാതിരി തമാശകൾ. പോരാത്തതിന് കളിയിൽ ആരെങ്കിലും ഔട്ടായാൽ അതിന്റെ ദേഷ്യം തീർക്കുന്നത് കേശവന്റെ തലയിൽ തബല കൊട്ടിയിട്ടാണ്. എന്നാലും പാവം, ആ കളി കണ്ടിരിക്കാനുള്ള കൊതി കൊണ്ട് അവൻ അതെല്ലാം ഒരു ചിരിയോടെ സഹിച്ചു. അങ്ങനെ കളിയാക്കലൊക്കെ കുറച്ചു കഴിഞ്ഞപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. ഈ കേശവനെക്കൊണ്ട് ചില ഉപകാരങ്ങളൊക്കെയുണ്ട്. അതോടെ അവന്റെ റോള് മാറി. കളിക്കാരനായിട്ടല്ല, മറിച്ച് അവരുടെ ഒരു എറാൻഡ് ബോയ് ആയിട്ട്. അവന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയായിരുന്നെന്നോ? കളിക്കാൻ വരാൻ ലേറ്റാവുന്നവരെ പോയി വിളിച്ചോണ്ട് വരണം. പന്തെങ്ങാനും കുറ്റിക്കാട്ടിലോ അഴുക്കുചാലിലോ പോയാൽ എടുത്തുകൊണ്ടുവരണം. ചില പേടിപ്പിക്കുന്ന വീടിന്റെ മുറ്റത്ത് പോയാലും പന്തെടുക്കേണ്ടത് കേശവാണ്. ചുരുക്കി പറഞ്ഞാൽ, കേശവില്ലാതെ ആ കളി നടക്കില്ല. പക്ഷേ കേശവ് ഒരിക്കലും ആ കളിയുടെ ഭാഗമായിരുന്നില്ല. അങ്ങനൊരു ദിവസം കേശവ് അവന്റെ അച്ഛനോടും അമ്മയോടും ചോദിച്ചു, ഒരു ബാറ്റും ബോളും വാങ്ങിത്തരുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞതെന്താണെന്നറിയോ? നീ നല്ല മാർക്കോടെ 5ാം ക്ലാസ് ജയിക്കുമ്പോൾ ഞങ്ങൾ വാങ്ങിത്തരാം. കേശവ് അപ്പോൾ 3ാം ക്ലാസ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ 5ാം ക്ലാസ് എന്നൊക്കെ പറയുന്നത് എത്രയോ ദൂരെയുള്ള ഒരു സ്വപ്നം പോലെയായിരുന്നില്ലേ? പക്ഷേ പകൽ നടക്കാത്ത ആ സ്വപ്നങ്ങളെല്ലാം രാത്രിയിൽ അവൻ കണ്ടു. സ്വപ്നത്തിൽ കേശവ് ഒരു സ്റ്റാർ പ്ലെയറായിരുന്നു. പുതിയ ബാറ്റ്, നല്ല കട്ടിയുള്ള പാഡ്, പിന്നെ തലയിൽ തിളങ്ങുന്ന ഒരു വെള്ളത്തൊപ്പി. ആ വേഷത്തിൽ സ്വയം സങ്കൽപ്പിച്ച് ഒരു തടിച്ച തവളയെപ്പോലുണ്ടല്ലോ എന്നോർത്ത് അവൻ തനിയെ ചിരിക്കും. ആ സ്വപ്നങ്ങളായിരുന്നു അവന്റെ ഒരേ ഒരു സന്തോഷം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ കഥയെ മുഴുവനായി മാറ്റിമറിച്ചൊരു സംഭവമാണ്. ഒരു നിർണായകമായ മത്സരം. പിള്ളേരെല്ലാം കൂടി പൈസ പിരിവിട്ട് പുതിയ ബാറ്റ്, ബോള്, അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിയിരുന്നു. അതുകൊണ്ട് വലിയൊരു ടെസ്റ്റ് മാച്ച് തന്നെ അറേഞ്ച് ചെയ്തു. കളി നല്ല ചൂട് പിടിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരുത്തൻ ഒരു കിടിലൻ സിക്സർ അടിച്ചത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആ ഒരൊറ്റ പുതിയ പന്ത് നേരെ പോയി വീണത് അടുത്തുള്ള പണി തീരാത്തൊരു 3 നില കെട്ടിടത്തിന്റെ മുകളിലാണ്. അതോടെ കളി നിന്നു. എല്ലാവരും ആകെ നിരാശരായി. ഇനി കളിക്കാൻ പറ്റില്ല. അവർ പരസ്പരം കുറ്റം പറയാൻ തുടങ്ങി. കളി തീർന്നു എന്നെല്ലാവരും ഉറപ്പിച്ചു. പക്ഷേ ശരിക്കും കളി തീർന്നോ? അങ്ങനെ അവർ നിരാശരായി നിൽക്കുമ്പോൾ പെട്ടെന്ന് ആകാശത്തുനിന്ന് ഒരു പന്ത് താഴേക്ക്. അതെ, അവരുടെ പുതിയ പന്ത്. എല്ലാവരും ഞെട്ടി മുകളിലേക്ക് നോക്കിയപ്പോഴുണ്ട് ആ കെട്ടിടത്തിന്റെ മുകളിൽ കേശവ് ചിരിച്ചുകൊണ്ട് അവർക്ക് നേരെ കൈവീശുന്നു. ആ നിമിഷം അവൻ അവരുടെ ഹീറോ ആയിരുന്നു. അവരുടെ ആ സന്തോഷത്തിന് വെറും നിമിഷങ്ങളുടെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ആ കെട്ടിടത്തിലെ ഉറപ്പില്ലാത്തൊരു പലകയിൽ നിന്ന് കേശവിന്റെ കാൽ വഴുതി അവൻ താഴേക്ക് വീണു. ആ ഒരൊറ്റ നിമിഷം മതിയായിരുന്നു. അവരുടെ ആഘോഷം നിലവിളിയായി മാറി. സന്തോഷത്തിന് പകരം ഭയവും കുറ്റബോധവും അവരുടെ മനസ്സിൽ നിറഞ്ഞു. ആ ഒരു വീഴ്ചയോടെ കളി മാത്രമല്ല, അവരുടെ ലോകം തന്നെ മാറിപ്പോയി. പിന്നെ ഒരു വെപ്രാളമായിരുന്നു. അവരെല്ലാവരും കൂടി കെട്ടിടത്തിന്റെ പിന്നിലേക്കോടി. അവിടെ കേശവ് ബോധമില്ലാതെ കിടക്കുന്നു. കൈയും കാലുമൊക്കെ ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ട്. ഒരുത്തൻ ഓടിപ്പോയി മുഖത്ത് വെള്ളം തളിച്ചു. വേറൊരുത്തൻ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഓട്ടോ വിളിക്കാനോടി. അതുവരെ അവനോട് കാണിച്ച ക്രൂരതയൊക്കെ ആ നിമിഷം ഉരുകിപ്പോയി. പിറ്റേന്ന് ആ കളിക്കുന്ന മൈതാനം ശൂന്യമായിരുന്നു. അവിടെ കളിയുണ്ടായിരുന്നില്ല, ചിരി ഉണ്ടായിരുന്നില്ല. ആകെ ഒരുതരം ഭാരപ്പെട്ട നിശബ്ദത. ഇന്നലെ നടന്ന സംഭവം അവരുടെ ചിന്തകളെ മുഴുവൻ മാറ്റിമറിച്ചിരുന്നു. അന്ന് ഉച്ച കഴിഞ്ഞ് കേശവനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോകാനായി അവർ തയ്യാറെടുക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. കേശവന്റെ ഷെഡിന് മുന്നിൽ ഒരു ഓട്ടോ. സാധനങ്ങളൊക്കെ അതിലേക്ക് കയറ്റുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി, കേശവും കുടുംബവും ആ സ്ഥലം വിട്ട് എന്നേക്കുമായി പോവുകയാണ്. ഓട്ടോയുടെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ
അവർ കണ്ടത് ഒരു കൈയിലും കാലിലും പ്ലാസ്റ്ററിട്ട് നിശബ്ദനായി കിടക്കുന്ന കേശവനെയാണ്. ആ കാഴ്ച കണ്ടപ്പോൾ അവർക്ക് വല്ലാത്ത വിഷമമായി. വെറുതെ വിടാൻ പറ്റില്ല, അവസാനമായി എന്തെങ്കിലും ചെയ്യണം എന്നവർ ഉറപ്പിച്ചു. അവര് ഓടിച്ചെന്ന ഓട്ടോ തടഞ്ഞു. യാത്രയ്ക്ക് കഴിക്കാൻ കുറച്ച് ബിസ്ക്കറ്റ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ തിരിച്ചു വരുമ്പോൾ നമ്മുടെ ടീമിൽ കളിക്കണം കേട്ടോ എന്ന്. പിന്നെ അവരെ ചെയ്തതാണ് ശരിക്കും ഞെട്ടിച്ചത്. അവരുടെ പുതിയ ബാറ്റ്, പാഡ്, ബോള്, സ്റ്റമ്പ്, എന്തിനധികം ആ മാച്ചിലെ വിജയികൾക്കുള്ള ഷീൽഡ് വരെ അവർ ആ ഓട്ടോയിലേക്ക് വെച്ചുകൊടുത്തു. അവസാനം അവരുടെ ക്യാപ്റ്റൻ ആ വെള്ളത്തൊപ്പിയെടുത്ത് കേശവന്റെ തലയുടെ അടുത്ത് വെച്ചു. വാക്കുകളില്ലാത്ത ഒരു മാപ്പ് പറച്ചിലായിരുന്നു അത്. ഓട്ടോ പതുക്കെ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങിയപ്പോൾ കേശവ് അവന്റെ അച്ഛനോട് പതിയെ പറഞ്ഞു, അച്ഛാ, ആ തൊപ്പി എന്റെ തലയിൽ വെച്ചു തരൂ. ആ ഒരൊറ്റ നിമിഷം അവന്റെ എല്ലാ വേദനകൾക്കും മുകളിൽ ആ സ്വപ്നം സത്യമായി. ഓട്ടോ ദൂരേക്ക് പോകുമ്പോൾ കേശവ തൊപ്പി തലയിൽ നിന്നെടുത്ത് അവനെ നോക്കി നിൽക്കുന്ന കൂട്ടുകാർക്ക് നേരെ വീശി കാണിച്ചു. എപ്പോഴാണോ അവൻ അവരെയെല്ലാം വിട്ടുപോകുന്നത്, അപ്പോഴാണ് അവന് അവരുടെ ഇടയിൽ ഒരിടം കിട്ടിയത്. എന്തു പറയാനല്ലേ? ചില സമയങ്ങളിൽ ഇങ്ങനെയാണ്. നമ്മളൊരു സ്വപ്നത്തെ വിട്ടു പോകുമ്പോഴായിരിക്കും അത് സത്യമാകുന്നത്. അപ്പോ എന്താണ് യഥാർത്ഥത്തിൽ വിജയമെന്ന് പറയുന്നത്? അംഗീകാരമാണോ? ത്യാഗമാണോ? അതോ നമ്മൾ ഒരു കൂട്ടത്തിന്റെ ഭാഗമാകുന്നതാണോ? ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് നമ്മൾ നിർത്തുന്നു.